your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആദ്യം തന്നെ അമ്മയൊന്ന് തിരികൊളുത്തണം. ഗുരുകൃപ പ്രൊഡക്ഷൻസ് എന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് കൂടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു നിറഞ്ഞ കയ്യടി കൊടുക്കുക. ബാനറിൻ്റെ പേര് നല്ലതാണ്, ടൈറ്റ് നല്ലതാണ്, ഫോണ്ട് നല്ലതാണ്, എല്ലാം ഒരു നല്ല ലക്ഷണമുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ എനിക്കൊരു വളരെ സ്പെഷ്യൽ സിനിമയാണിത്. കാരണം ഞാനും ഇതിൻ്റെ സംവിധായകൻ ബാബുജിനാണ്, ഞാൻ ബാബുരാജ് എന്നാണ് വിളിക്കുന്നത്. 33 വർഷത്തെ ബന്ധമുണ്ട്. അത് 94-ലായിരുന്നു സുദിനം എന്ന് പറഞ്ഞ സിനിമ. 93 അതിൻ്റെ എഴുത്തുകാരനായിട്ട് നിസാർക്കയുടെ ബാബുരാജിനെ പരിചയപ്പെട്ട കാലം മുതൽ ഇന്ന് ഈ നിമിഷം വരെ നിരന്തരമായി സംസാരിക്കുക, ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമയുടെയും വ്യക്തിപരമായിട്ടും അതിന് കുടുംബപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. എനിക്കൊരു സഹോദരനോ സുഹൃത്തോ അതുപോലെയൊക്കെ കമ്പാരിസൺ അതിലൊക്കെ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബാബുരാജ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, പലപ്പോഴും സിനിമയിൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന, അദ്ദേഹം ചെയ്ത പ്രവർത്തിക്കത്തക്കതായ ഒരു വലിപ്പം അല്ലെങ്കിൽ സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും ഡൗട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എക്കാലത്തും ഇപ്പോൾ സലിംകുമാറിൻ്റെയൊക്കെ അഭിനയ ജീവിതത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് അച്ഛനുറങ്ങാത്ത വീട്, പിന്നീട് അദ്ദേഹം നാഷണൽ അവാർഡ് വരെ കരസ്ഥമാക്കി. അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ജീവിതത്തിൽ വാസ്തവം എന്ന സിനിമയാണ് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ്. അതുപോലെ തന്നെ നമ്മുടെ സിദ്ദിഖ് ലാലേട്ടൻ അത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. എന്നോട് ഓർപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിങ്ങനൊരു ഫംഗ്ഷനിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരു ദിവസം ബാബുജനാർദ്ദൻ്റെ വീട്ടിൽ ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബാബുജനാർദ്ദൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് പറയുന്നത്. തലപ്പാവ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ സലിംകുമാറിനൊക്കെ പിന്നീട് അങ്ങോട്ട്, അതുപോലെ തന്നെ വാസ്തവത്തിൽ ഇപ്പോൾ പത്മകുമാറോടുണ്ട്, വാസ്തവത്തിൽ സിനിമ എനിക്ക് പറഞ്ഞു സലിംകുമാറിന് എനിക്ക് തോന്നുന്നു അക്ഷരനാഥ വീടിന് മുമ്പ് തന്നെ കിട്ടേണ്ടതായിരുന്നു തോന്നുന്നു, അല്ലേ? അക്ഷരനാഥ വീടിന് മുമ്പല്ലേ വാസ്തവം? അവസാനമോ അതിൽ അവാർഡ് കിട്ടേണ്ടതായിരുന്നു തോന്നുന്നു. അതിനകത്തെ ക്യാരക്ടർ, പിന്നെ അമ്പിളിച്ചേട്ടൻ്റെ ക്യാരക്ടർ, വാസ്തവത്തിൽ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, അത് എല്ലാവർക്കും ഒരുപാട് പേർക്ക് നല്ല കഥാപാത്രം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാനൊരു, എനിക്കൊന്ന് ഈ കുറച്ചു കാലം ഞാൻ നടനായി തുടങ്ങിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ പടങ്ങൾ കുറവായിരുന്നു. എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ പ്രിയപ്പെട്ട ആളുകൾക്കൊക്കെ പടങ്ങൾ കുറയുന്നത് കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളിൽപ്പെട്ട ഒരാളാണ് ബാബുരാജ്. അപ്പം ചില ബാബുജനാർദ്ദൻ ഞാൻ ചോദിക്കുന്ന ബാബുരാജ് ഞാൻ വിളിക്കാറുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എനിക്കിപ്പോൾ ഞാൻ അഭിനയിക്കുന്നുണ്ട്. വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നല്ല ക്യാരക്ടറാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാബേൽ ഖാൻ അഭിനയിക്കുന്നുണ്ട് ഈ സിനിമയിൽ. ഞാൻ ഹിന്ദി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മോള് പറഞ്ഞു ഞാൻ ഹിന്ദി പഠിച്ചു തുടങ്ങിയിരുന്നു. ഇപ്പോൾ അവൾ പറഞ്ഞു അപ്പം ഹിന്ദി പഠിച്ച് ഇംഗ്ലീഷ് പഠിച്ചൊക്കെ തുടങ്ങുന്നതിന് നല്ലത് ബാബേൽ ഖാനെ കൊണ്ട് മലയാളം പഠിപ്പിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പഠിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഈ മാസം 18-ാം തീയതിയോടുകൂടി ബംഗാളിൽ തുടങ്ങിയാണ്. ബംഗാളിൽ എനിക്ക് വർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ തുടങ്ങിയാണ്. ഒരു വലിയ വിജയമാവണം ഈ സിനിമ. ചർച്ച ചെയ്യപ്പെടും എന്ന് പറഞ്ഞ കാര്യത്തിൽ സംശയമില്ല. ഈ സിനിമ ചർച്ച ചെയ്യപ്പെടും. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചതാണ്. എനിക്ക് വളരെ എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ സോറി ലേറ്റ് ആയതിന്. ഞാൻ ട്രാഫിക് കാരണം വളരെ നേരത്തെ തിരിച്ചാണ്, പക്ഷേ എന്നെ തോപ്പിച്ചുകൊണ്ട് ട്രാഫിക് അതിൽ നിന്നും കൂടിപ്പോയി. എനിവേ സോറി ഫോർ ഇറ്റ്. വളരെയധികം സന്തോഷമാണ് ഗാന്ധി ബസാർ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ട് ആകാൻ കഴിയുന്നത്. ശ്രീ ബാബുജി ഏതാണ്ട് എൻ്റെ ആദ്യത്തെ സിനിമ 2004 ഞാൻ അഭിനയിക്കുന്ന ബിഗ് സ്ക്രീൻ ഫിലിം എന്ന് പറയുന്ന വാസ്തവം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അദ്ദേഹത്തിനോട് അന്ന് മുതൽ ഉള്ള സൗഹൃദവും അതിന് മുന്നിലുള്ള സൗഹൃദവും എല്ലാം ഇപ്പോഴും ഒന്നുപോലെ അതുപോലെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ സംരംഭമായ ബോംബെ മാസ്റ്ററിൽ 2011 അതിനകത്ത് പ്രധാനപ്പെട്ട നല്ലൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്.
അത് കഴിഞ്ഞതാ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഗാന്ധി ബസാർ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമാകാൻ പോകുന്നു. മലയാള സിനിമ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നല്ല സിനിമകൾ നല്ല രീതിയിൽ പ്രേക്ഷകർ എപ്പോഴും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാറുണ്ട്. അത്തരത്തിൽ യാതൊരു സംശയവും ഇദ്ദേഹത്തിൻ്റെ ഈ സിനിമയുടെ ഇതിവൃത്തം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വളരെയധികം സന്തോഷമാണ് ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നതിൽ. എല്ലാവിധ ഭാഗങ്ങളും തരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ദിനേശ് പ്രഭാകർ. ദിനേശ് ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. സുധീർ പറഞ്ഞ പോലെ തന്നെ ട്രാഫിക്കിൽ പെട്ട് എത്താൻ കുറച്ച് ലേറ്റായി. പ്രശാന്ത് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങളൊക്കെ ഈ ക്യാമ്പസ് സിനിമകളിലൊക്കെ ഇങ്ങനെ 2002 അഭിനയിച്ചു വന്ന സമയത്ത് ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ആദ്യമായിട്ട് പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം അത് ഞാൻ ചെയ്തുകൊണ്ട് എന്നിലൊരു നടന് സത്യം പറഞ്ഞ് കണ്ടെത്തിയത് ബാബുവേട്ടൻ എന്ന് പറയേണ്ട ഒരു വാസ്തവം എന്ന് പറയുന്ന സിനിമയിൽ പപ്പേട്ടൻ്റെ സിനിമയിൽ ചെയ്ത ക്യാരക്ടർ ഇന്നും മറക്കാത്ത ഒരു ക്യാരക്ടറാണ്. സലീം കുമാറിൻ്റെ മകനായിട്ടുള്ള അഭിനയിച്ച ക്യാരക്ടർ. അതിലൂടെയാണ് ഒത്തിരി പേര് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത് വാസ്തവം എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ സിനിമയിൽ ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് മുതൽ ബാബുവേട്ടനായിട്ട് പരിചയമുണ്ട്. പറഞ്ഞ പോലെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ തുറക്കാത്ത വാതിലുകളിലൊക്കെ കുറേ പോയിട്ട് മുട്ടിയിട്ടുള്ളതാണ് ആ സമയത്ത്. പക്ഷെ ഫസ്റ്റ് കിട്ടുന്ന വാസ്തവത്തിലാണ്. അതിനുശേഷം ബാബുവേട്ടൻ്റെ കുറേ 3-4ഓളം സിനിമകളിൽ നല്ല വേഷങ്ങൾ, തലപ്പാവിലായാലും അച്ഛനുറങ്ങാത്ത വീട്, പിന്നെ ഗോഡ് ഫോർ സെയിൽ, എല്ലാം മിക്കവാറും ബാബുവേട്ടൻ ചെയ്ത പടങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഗാന്ധി ബസാർ സൺഡേ മാർക്കറ്റിൽ അഭിനയിക്കാൻ വീണ്ടും അവസരം വന്നിരിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ ആശംസകളും എല്ലാ നന്മകളും നേരുന്നു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.